ഹായ്, എല്ലാവർക്കും ബ്യൂട്ടി ഓഫ് പെറ്റൽസിലേക്ക് സ്വാഗതം. ഞാൻ ഷീജയാണേ. ഇത് എൻ്റെ കറിവേപ്പാണ്. ഇവിടെ നല്ല ചൂടാണിപ്പം. ഏകദേശം 52 ഡിഗ്രി വരെ ചൂട് വരാറുണ്ട്. ആ ടൈമിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന കറിവേപ്പാണിത്. എനിക്ക് 3 മൂട് കറിവേപ്പുണ്ട്. ഇത് കണ്ടോ, ചട്ടിയിലാണ് ഞാൻ നട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. ഇതൊരു ക്യാനകത്താണ് നട്ടിരിക്കുന്നത്. ഇത് വേറെ ചട്ടിയിലാണ്. അങ്ങനെ 3 മൂട് എൻ്റെ അടുത്തുണ്ട്. ഞാനിതിനെല്ലാം ഉള്ളിത്തൊലിയും പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൂടാതെ ഇതിന് ഞാൻ സ്പെഷ്യലായിട്ട് കൊടുക്കുന്നത്, ഇങ്ങനെ ഇല വരുന്ന സമയത്ത് ഇതിന് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നൊരു വളത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഞാൻ വന്നത്. സാധാരണ ചട്ടിയിലുള്ള ചെടികൾക്കെല്ലാം നമ്മൾ കൊടുക്കുന്ന പോലെ ചാണകപ്പൊടിയൊക്കെ കൊടുക്കാറുണ്ടെങ്കിലും ചൂട് സമയമാവുന്ന സമയത്ത് എല്ലാ ചെടികളും ഇങ്ങനെ വാടി ഒരുമാതിരി വളർച്ച മുരടിച്ച് നിൽക്കും. പക്ഷേ കറിവേപ്പ് ചൂട് സമയത്താണ് ഇവിടെ വളരുന്നത്. തണുപ്പാകുന്ന സമയത്ത് ഇങ്ങനെ ഒരുമാതിരി മുരടിച്ച് നിന്നിട്ട് ചൂടാകുന്ന സമയത്താണ് കറിവേപ്പ് ആകെ കയറി വരുന്നത്. തണുപ്പ് കഴിയുന്ന സമയത്ത് നമ്മളിതിൻ്റെ കമ്പെല്ലാം കോതി വിട്ട് ചൂട് തുടങ്ങുന്ന സമയത്തേക്ക് ഇത് മുഴുവൻ പൊട്ടിക്കിളിർക്കും. ഏകദേശം 7 വർഷത്തോളമായ കറിവേപ്പാണിതെനിക്ക്. ഇത് കണ്ടോ, ഇതെല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നതാണ്. ഇതിൻ്റെ ഇല കണ്ടോ, ഇലയ്ക്കൊരു ചെറിയൊരു മുരടിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് അതിന് ചെറിയൊരു വളം കൊടുത്തിട്ട് നിൽക്കുകയാണ്. ആ വളത്തെക്കുറിച്ച് പറയാനായിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ഇട്ടത്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണിത്. ഈ നാട്ടിലത്തെ കാലാവസ്ഥയിൽ പോലെ ഗൾഫിൽ കറിവേപ്പൊക്കെ പിടിച്ചു കിട്ടാൻ ഭയങ്കര പാടാണ്. ഇപ്പം ഞാൻ ഈ വീഡിയോ തന്നെ കാണുമ്പോൾ എല്ലാവരും പറയും ഇത് നാട്ടിൽ പറമ്പിൽ നിൽക്കുന്നതാണ്, ഇതങ്ങനെ നിൽക്കുന്നതാണെന്നൊക്കെ പറയും. പക്ഷേ ഇത് ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തുന്ന കറിവേപ്പാണ് കേട്ടോ. കാരണം നാട്ടിലത്തെ പോലെ ഒരു കാലാവസ്ഥയല്ലല്ലോ ഗൾഫിൽ. അപ്പം അങ്ങനെ ഒരു കൃഷിയൊക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ചെടികളൊക്കെ ഒരുമാതിരി നശിച്ചു തുടങ്ങിയ സമയമാണ്. ഇതെൻ്റെ ആമ്പലാണ് കേട്ടോ. കുറച്ച് കളറൊക്കെ ഉണ്ട് എനിക്ക്, എങ്കിലും പിന്നെ കറിവേപ്പിലാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് ഞാൻ അന്ന് കൊടുക്കുന്ന വളം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഫിഷ് അമിനോ ആണ്. ഫിഷ് അമിനോ 10 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഫിഷ് അമിനോയുടെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് 1 കിലോ മത്തിക്ക് 1 കിലോ ശർക്കരയാണ് ഇടുന്നത്. അങ്ങനെ 45 ദിവസം വെച്ചിട്ടാണ് ഫിഷ് അമിനോ ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ലൊരു വളമാണിത്. ഇല നല്ല പച്ച കളറിൽ നല്ല പുഷ്ടിയോട് വരാനും അതുപോലെ തന്നെ ചെടി നല്ല ആരോഗ്യത്തോട് വളരാനും നിറയെ പൂക്കളും കായ്കളും ഉണ്ടാകാനും ഏറ്റവും നല്ലൊരു വളമാണ് ഈ ഫിഷ് അമിനോ എന്ന് പറയുന്നത്. നമുക്കിത് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വളമാണിത് കേട്ടോ. ഇത് മത്തി വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിന് പകരം മറ്റു മീൻ വെച്ചിട്ട് ഈ ഫിഷ് അമിനോ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പം നാട്ടിലൊക്കെ മത്തിക്ക് ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാനിത് നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്നതാണ് കേട്ടോ. ഉണ്ടാക്കി വെക്കുന്നത് നമുക്ക് ഏകദേശം 1 വർഷം 2 വർഷമൊക്കെ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. കടകളിൽ നിന്ന് കിട്ടുന്ന ഫിഷ് അമിനോ ഒക്കെ പെട്ടെന്ന് അഴുക്കായി പോകും കേട്ടോ. പിറ്റേ വർഷം നമുക്കങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിനകത്തുള്ള ആ ഒരു വീര്യം കുറഞ്ഞു പോകും. ഇതിന് എല്ലാവരും വിചാരിക്കുന്ന പോലെ അങ്ങനെ അഴുക്ക് മണമൊന്നുമില്ല, മീനിൻ്റെ മണമൊന്നുമില്ല കേട്ടോ. ഒരുമാതിരി അരിഷ്ടത്തിൻ്റെ മണമാണ് ഇതിനുള്ളത്. മത്തി മേടിക്കുന്ന സമയത്ത് അതിൻ്റെ തല വെച്ചിട്ടാണെങ്കിലും നമുക്കിതുണ്ടാക്കിയെടുക്കാം. കുറച്ച് മീനും ബാക്കി മീനിൻ്റെ തലയൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫിഷ് അമിനോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഫിഷ് അമിനോ ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാൻ പറഞ്ഞ പോലെ 10 ml 1 ലിറ്ററിനകത്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ചോട്ടിൽ ഒഴിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്